പ്രിയമുള്ളവരെ, വചനജ്വാല 1338 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഏപ്രിൽ 30 ബുധനാഴ്ച, എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നാം ഇന്ന് ഒരു മാസം കൂടി അവസാനിക്കുകയാണ്. ഈ ഒരു മാസം ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം. എല്ലാ മഹത്വവും നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാം. നമ്മൾ ഇന്നത്തെ വചന വായനയിൽ 100-ാം സങ്കീർത്തനവും 101-ാം സങ്കീർത്തനവും വായിക്കുകയാണ്. 100-ാം സങ്കീർത്തനം. കർത്താവ് നല്ലവനാണ്. കൃതജ്ഞതാ ബലിക്കുള്ള സങ്കീർത്തനം. ഭൂമി മുഴുവൻ കർത്താവിന്റെ മുൻപിൽ ആനന്ദഗീതം ഉതിർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്, നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കൃതജ്ഞതാ ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. നമ്മൾ 101-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 മുതൽ 8 വരെയുള്ള തിരുവാക്യങ്ങൾ കൂടി നാം ശ്രവിക്കും. രാജാവിന്റെ പ്രതിജ്ഞ. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ച് പാടും. കർത്താവേ, ഞാൻ അങ്ങേക്ക് കീർത്തനമാലപിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങ് എൻ്റെ അടുക്കൽ വരിക? ഞാൻ എൻ്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവെക്കുകയില്ല. വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിൻ്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. അയൽക്കാരനെതിരെ ഏഷ്ണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്ത് വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എൻ്റെ സേവകനായിരിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എൻ്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എൻ്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന ദിവസമാണ്. ബോസ്കോയിൽ കുലീനമായ ഒരു കുടുംബത്തിൽ 1954 ജനുവരി 27-ാം തീയതി മൈക്കിൾ ഗിസലേരി ഭാവിയിലെ 5-ാം പിയൂസ് മാർപ്പാപ്പ ജനിച്ചു. ഡൊമിനിക്കൻ സന്യാസികളുടെ കീഴിൽ വ്യാകരണം പഠിച്ച മൈക്കിൾ 15-ാമത്തെ വയസ്സിൽ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. ഇതര നോവീസുമാരെ അപേക്ഷിച്ച് ബ്രദർ മൈക്കിൾ കൂടുതൽ എളിമയും അടക്കവും ആശാനിഗ്രഹവും പാലിച്ചിരുന്നു. പഠനത്തോടൊപ്പം പ്രാർത്ഥന പ്രായശ്ചിത്തവും അഭ്യസിച്ചു പോന്നു. 36-ാം വയസ്സിൽ ബ്രദർ മൈക്കിൾ പുരോഹിതനായി. 16 വർഷം വിദ്യാർത്ഥികളെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിപ്പിച്ചു. തത്സമയം അവരെ ദൈവഭക്തിയുള്ളവരാക്കാൻ അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ചിരുന്നു. 1956-ൽ സുത്രി രൂപതയുടെ മെത്രാനായി അദ്ദേഹം ഉയർത്തപ്പെട്ടു. പിറ്റേ വർഷം തന്നെ അദ്ദേഹത്തെ കർദിനാളാക്കി. സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന്റെ എളിമയും വിനയവും വർദ്ധിപ്പിച്ചതേയുള്ളൂ.
മിദീച്ചി കുടുംബത്തിൽ നിന്ന് 13 വയസ്സുള്ള ഫെർഡിനൻഡ് രാജകുമാരനെ കർദിനാളാക്കാൻ 4-ാം പിയൂസ് മാർപ്പാപ്പ ആലോചിച്ചപ്പോഴും 2-ാം മാക്സിമിലിയൻ ചക്രവർത്തി പ്രൊട്ടസ്റ്റുകാരോട് യോജിച്ചു പോകാൻ പുരോഹിത വിവാഹം ശുപാർശ ചെയ്തപ്പോഴും കർദിനാൾ സംഘത്തിൽ നിന്ന് ശക്തിയായി എതിർത്തത് കാർഡിനാൾ മൈക്കിൾ തന്നെയാണ്. 1566 ജനുവരി 7-ാം തീയതി കാർഡിനൽ മൈക്കിൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുകയും 5-ാം പിയൂസ് എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. 1563 സമാപിച്ച ട്രെന്റ് സൂനഹദോസിന്റെ പരിഷ്കാരങ്ങൾ പൂർത്തിയാക്കേണ്ട ചുമതല പുതിയ മാർപ്പാപ്പയുടെ ശിരസിലായി. ടർക്കികളുടെ ആക്രമണത്തെ ചെറുക്കാൻ ഒരു നാവിക സൈന്യം സംഘടിപ്പിച്ചു. സൈന്യത്തിൽ മാത്രം ആശ്രയിക്കാതെ ജപമാല ചൊല്ലി ദൈവമാതൃ സഹായം അപേക്ഷിച്ചു. 1567 ഒക്ടോബർ 17 ലെപ്പാന്തോ ഉൾക്കടലിൽ വെച്ച് പേപ്പൽ സൈന്യം ടർക്കികളെ തോൽപ്പിച്ചു. ക്രൈസ്തവ രാജ്യങ്ങളെ സംരക്ഷിച്ചു. വിവരം അദ്ദേഹം കാർദിനാൾ സംഘത്തെ അറിയിക്കുകയും ചെയ്തു. ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന വാക്യം ദൈവമാതാവിന്റെ ലുത്തിനിയിൽ ചേർക്കുകയും ചെയ്തു. മാർപ്പാപ്പ ആയതിനു ശേഷം അദ്ദേഹം ഡൊമിനിക്കൻ സഭാംഗങ്ങളെ പോലെ ദീർഘമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പല പേപ്പൽ ആർഭാടങ്ങളും ആഘോഷങ്ങളും വേണ്ടെന്ന് വെച്ച് അതിനാവശ്യമായിരുന്ന പണം സാധുക്കൾക്കും ദരിദ്രർക്കും ആശ്രമങ്ങൾക്കും കൊടുത്തുകൊണ്ടിരുന്നു. അന്യാദൃശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ എളിമ. ഒരു ദരിദ്രന്റെ ഗുണങ്ങൾ മാർപ്പാപ്പ ചുംബിക്കുന്നത് കണ്ട് ഒരു ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റുകാരൻ മാനസാന്തരപ്പെട്ടതായി ജീവചരിത്രകാരൻ പറയുന്നു. കഠിനമായ അധ്വാനവും പ്രായശ്ചിത്തവും നിമിത്തം ക്ഷീണിതനായ മാർപ്പാപ്പ 1572 മെയ് 1-ാം തീയതി ദിവംഗതനായി. 1712 മെയ് 22 ക്ലെമന്റ് 11-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്നു തന്നെ വിശുദ്ധ ജോസഫ് കൊത്തലങ്കായെയും ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ 5-ാം പിയൂസ് മാർപ്പാപ്പയെയും വിശുദ്ധ ജോസഫ് കൊത്തലങ്കായുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.